ദിവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവൻ ഇവിടുന്ന് പോയാ മതി. അത് അകത്തേക്കായാലും ശരി, വീടിന് പുറത്തേക്കായാലും ശരി. അളിയ, ദിവ്യയുടെ കുഞ്ഞ് ഇപ്പൊ കൊണ്ട് കളിയാ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ. നന്ദി. ചെല്ല. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്റെ മകളുടെ ഇഷ്ടം പോലെ അവൾക്ക് രാജുവിനെ വിവാഹം ചെയ്യാലോ. ദീപക് സാറേ, സാറിന്റെ കുഞ്ഞ്. വർമ്മ സാറേ, ദീപകിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് ദീപകിന്റെ കയ്യിലേക്ക് ഹൃതിക മാഡത്തിന്റെ ജീവിതം ചെന്നെത്തുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ടാ ഞാനിങ്ങനെ. എനിക്കെല്ലാം മനസ്സിലായി രാജു. വലിയ ഇതാണ് ബെസ്റ്റ് ടൈമിംഗ്. ഇപ്പൊ വർമ്മയങ്ങളോട് സംസാരിച്ച കാര്യം നടക്കും. എന്റെയും വർമ്മ സാറിന്റെ മോളുടെയും വിവാഹകാര്യം. നീ എന്തായി പറയുന്നേ? വല്യച്ഛനും സംസാരിച്ചു നോക്ക്. വർമ്മേ, ഞാൻ എടോ, ഐ എം റിയലി സോറി. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. താൻ ആഹാരം കഴിച്ചിട്ട് പോവും. എന്താണോ താനീ പറയുന്നേ? തന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ തന്നോട് ഓപ്പണായിട്ട് ചോദിക്കട്ടെ? എന്താടോ? ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിടയിൽ അങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും മുഖവുരയുടെ ആവശ്യമില്ലെന്നും എനിക്കറിയാം. താൻ കാര്യം പറയേ. എന്റെ അനിയന്റെ മകൻ റോഹന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തനിക്ക് സമ്മതമാണോ? എന്താണ് അവിടെ നോക്കിയിരിക്കുന്നേ? നിന്നോട് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞത് കേട്ടില്ലടാ, പോകാൻ. ഇനി നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? പാടി നടക്ക്.